ഹായ് ഗൈസ്, നോക്കിക്കേ, ഞാൻ കുറച്ച് കുമ്പളങ്ങ എടുത്തേ ഒന്ന് തോരൻ വെക്കാനായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഞാൻ പറിച്ചപ്പോൾ കാണിച്ചില്ലായിരുന്നു വീഡിയോ. അത് ഞാൻ ഇപ്പോഴാണ് എടുത്തത്. കാര്യം ഒന്ന് വെള്ളം പറ്റാൻ വേണ്ടി ഞാൻ രണ്ടെണ്ണം ഇട്ടായിരുന്നു. ഇപ്പോൾ നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് വേവിച്ചെടുക്കട്ടെ. വേവിച്ചതിന് ശേഷം അത് തോരൻ വെക്കാനായിട്ട് തേങ്ങ ചതച്ചിട്ട്, നമ്മുടെ തേങ്ങ ഇല്ലേ, തോരന് വെക്കാനുള്ള തേങ്ങ ഞാനൊന്ന് ചതച്ചെടുക്കാൻ പോവാണേ. അതിനകത്ത് ഞാൻ ഇട്ടിട്ടുള്ളത് കുറച്ച് തേങ്ങയും 2 കഷ്ണം വെളുത്തുള്ളിയും 2-3 ചെറിയ ഉള്ളിയും ഇച്ചിരി ചെറിയ ജീരകവും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും 2 വറ്റൽമുളകും എല്ലാം കൂടി ഞാനൊന്ന് ഒതുക്കി ചതച്ചുകൊണ്ട് വരട്ടെ. നമ്മുടെ കുമ്പളങ്ങ ഞാൻ വേവിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പ് വെച്ച് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാൻ കടുക് ഇട്ട് കൊടുക്കുവാണേ. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ സവാളയെല്ലാം നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇച്ചിരി തേങ്ങ ചതച്ച് വെച്ചില്ലേ, അതൊന്നിട്ട് കൊടുക്കുക. അങ്ങോട്ടെ നമ്മൾ ചതച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കാം. ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ടിട്ടായിരുന്നു കുമ്പളങ്ങ വേവിച്ചത്. ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി മിക്സാക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കുമ്പളയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച കുമ്പളങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇളക്കി ഒന്ന് മിക്സാക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ കുമ്പളങ്ങയാണ് ഇത് കേട്ടോ. പുറത്തൊന്നും മേടിച്ചതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കാണാനും നല്ല കിളുന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കാണുന്നില്ലേ, നോക്കിക്കേ. ഇതെല്ലാവരും ഉണ്ടാക്കുന്ന സാധനമാണ്, സ്പെഷ്യലൊന്നുമല്ല. പക്ഷെ അത് ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചുണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, മറ്റുള്ളവരത് കാണിക്കുമ്പോഴായിട്ട്. അതിനു വേണ്ടി കാണിക്കുന്നതെന്ന് കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ ചതയ്ക്കേണ്ടതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ എല്ലാം ഫൈനലായി. നമുക്കത് നല്ലപോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് വേവിച്ച് അരപ്പിൻ്റെ എല്ലാം ഒന്ന് മിക്സാക്കണം. അരപ്പെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി. നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ. നമ്മുടെ വീട്ടിൽ തന്നെയാണ് കുമ്പളങ്ങ കേട്ടോ. മിനിഞ്ഞാന്ന് ഞാൻ പറിച്ച് വെച്ചതാണ്. പിന്നെ അപ്പം എല്ലാവരും കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ. വീഡിയോ തന്നെ പിടിക്കുന്നതുകൊണ്ട് ചില മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും. പക്ഷേ ക്ഷമിക്കണം എല്ലാവരും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം. ഓക്കെ. പിന്നെ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇത് ഇറക്കിയിട്ട് കഴിക്കാൻ പോവാം കേട്ടോ. എല്ലാവരും വന്നോളൂ കഴിക്കാനായിട്ട്. ഓക്കെ, ബൈ, ടാറ്റാ.